നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഡോക്ടർ നല്ല സന്തോഷത്തിലാ സംസാരിച്ച്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് സുപ്രിയ. ചിലപ്പോ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നെ? ശാസ്ത്രം പോലും തോറ്റു നിന്നു പോകുന്ന ഒരുപാട് ദശാസന്ധികൾ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാവും. മരിച്ചുപോയെന്ന് വിശ്വസിച്ച മനുഷ്യർ ചിലപ്പോ പുനർജനിച്ചു വരും. ഒരിടത്തും ചികിത്സയില്ലെന്ന് പറഞ്ഞ രോഗം ഒരു മരുന്നുമില്ലാതെ ഭേദമായെന്നും വരും. എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതെ കിടപ്പിലായിപ്പോയ ഒരാള് ഒരു ദിവസം രാവിലെ ആരുടെയും സഹായമില്ലാതെ എഴുന്നേറ്റ് നടന്നുവെന്നും വരും. ഇതൊക്കെ അത്ഭുതങ്ങൾ തന്നെയാ. പക്ഷേ ലോകത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ നിന്റെ കാര്യത്തിലും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. അത് നിന്റെ തോന്നലാ ജ്യോതി. എന്റെ കാര്യത്തിൽ ഒരത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല. ബാംഗ്ലൂരിലെ ഡോക്ടർമാർ 1000 വട്ടം പരിശോധന നടത്തിയതാ. അവർക്ക് തെറ്റില്ല ജ്യോതി. നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ കുറച്ചു കാലം കൂടി ആയുസ് നീട്ടി കിട്ടിയ അങ്ങനൊരു ചെറിയ ആഗ്രഹം ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്. നിനക്ക് ഭാഗ്യമുണ്ട് സുപ്രിയ, അത് നടക്കും. നീ നോക്കിക്കോ, നിന്റെ അസുഖം കുറയും. എന്റെ അസുഖം കുറഞ്ഞാ പേടിക്കേണ്ടത് നീയാ. എനിക്കിപ്പോ നിന്നെ ഒരു പേടിയും ഇല്ല സുപ്രിയ. കാരണം എന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും നീ അറിഞ്ഞുകൊണ്ടുണ്ടാക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് വേറൊരു സംശയമുണ്ട്. എന്ത് സംശയം? എന്നെങ്കിലും ഒരു ദിവസം നിന്റെ അനിയത്തി ഹരിപ്രിയ ഇങ്ങോട്ട് കയറി വന്ന ആ കള്ളെല്ലാം പൊളിയില്ലേ? ഇവിടെ നിൽക്കുന്ന ഹരിപ്രിയ ആരാണെന്നുള്ള സത്യം വെളിച്ചത്ത് വരും. അതൊരിക്കലും ഉണ്ടാവില്ല. അവൾ ഇനി ഇന്ത്യയിലേക്കേ വരില്ല. അത് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? ഉറപ്പാ. എന്നാ പിന്നെ നിനക്ക് ജീവിക്കാൻ പറ്റുന്ന അത്രയും കാലം ഹരിപ്രിയായിട്ട് തന്നെ നീ ഇവിടെ അങ്ങ് ജീവിക്കും. അത് വേണ്ട ജ്യോതി. ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോവും. വെറുതെ എല്ലാം ഒന്ന് കണ്ടുപോകാന്ന് വിചാരിച്ച് വന്നവളാ ഞാൻ. അപ്രതീക്ഷിതമായി ഞാൻ ആരാണെന്ന് എനിക്ക് നിന്നോട് പറയേണ്ടി വന്നു. നിന്റെ ദയ കൊണ്ട് കുറച്ചുനാൾ ഇവിടെ ജീവിക്കാൻ സാധിച്ചു. ഇനി നിന്നെയും DKയും ആരെയും ബുദ്ധിമുട്ടിക്കാതെ എനിക്കിവിടുന്ന് തിരിച്ചു പോണം. എന്തായാലും നാളെ നമുക്ക് ഡോക്ടറെ പോയെന്ന് കാണാം. എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. സുപ്രിയ, ജീവിതം നമ്മൾ വിചാരിച്ച വഴിയല്ല പോകുന്നത്. അത് വിചാരിച്ച വഴിയിലൂടെ നമ്മൾ പോകും. അത്രേ ഉള്ളൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പറയാതിരിക്കുന്നല്ലേ നല്ലത്. എന്റെ പൊന്നു കുശിനിക്കാരാ, നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. സമാധാനത്തോടെ കാര്യങ്ങളെ കാണാൻ ശീലിക്ക്. എന്തായാലും സുപ്രിയയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച വീടല്ലേ അത്. സുപ്രിയയുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും അവിടെ ഇപ്പോഴും കാണുമെന്ന് തന്നെയാ ഹരിപ്രിയയുടെ വിശ്വാസം. അവള് വിശ്വസിച്ചോട്ടെ, അതിന് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? ഹിറ്റ്ലറെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവരെ ട്വിൻ സിസ്റ്റേഴ്സാ. ഈ ഇരട്ടകൾക്കൊരു പ്രശ്നമുണ്ട്. ഒരാളുടെ മനസ്സ് വേദനിച്ചാൽ ചിലപ്പോ മറ്റേയാളുടെ മനസ്സും വേദനിക്കും. ഒരാൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ അതിന്റെ വേദന അനുഭവിക്കുന്നതെല്ലാം രണ്ടാമത്തെ ആളും കൂടിയായിരിക്കും. അത് ഈശ്വരന്റെ സൃഷ്ടിയുടെ കുഴപ്പമാണ്. അവളുടെ ഒരു ആഗ്രഹമല്ലേ. ഹിറ്റ്ലറേയും അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. ഓർമ്മകളുടെ ഭൂതങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന വീട് തുറന്നു കൊടുക്കാനാ നീ എന്നോട് ആവശ്യപ്പെടുന്നത്. അതിന്റെ കുഴപ്പം നിനക്ക് തന്നെയാ. ഭൂതങ്ങളോ പ്രേതങ്ങളോ ആര് വേണമെങ്കിലും അവിടെ ഉറങ്ങിക്കിടന്നോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഹരിപ്രിയ, അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് ഒരു തോന്നല്. അതുകൊണ്ടാ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നേ. ജ്യോതി, ഞാൻ പറഞ്ഞല്ലോ, അതെന്റെ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പ. സുപ്രിയയുടെ ആഗ്രഹങ്ങളെ കുഴിച്ചിട്ട മണ്ണാത്.
ഹരിപ്രിയോടെ പോയാൽ അവൾക്കൊരിക്കലും അവിടെ സമാധാനം കിട്ടില്ല. മറന്നു തുടങ്ങിയതൊക്കെ വീണ്ടും അവളോട് ആവർത്തിച്ച് പറയേണ്ടി വരും. അവളുടെ ചോദ്യങ്ങൾ എന്നെ വേദനിപ്പിക്കും. എന്തിനാ വെറുതെ? ഇനി ആ മണ്ണിൽ കാല് കുത്തില്ല എന്ന് പറഞ്ഞ് പൂട്ടിയിട്ടതാ ഞാൻ ഒരിക്കൽ. അതങ്ങനെ തന്നെ കിടന്നോട്ടെ. എന്റെ ഹിറ്റ്ലറെ, കാര്യങ്ങളെ ഇത്ര വൈകാരികമായിട്ട് കാണുന്ന എന്തിനാ? കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചൂടെ? ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉള്ളൂ എന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങളെപ്പോലെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഓർമ്മകളും വേദനകളും ഒക്കെ ഉണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം വരെ അത് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ടെൻഷൻ അടിച്ച് അതിനൊക്കെ അടച്ചുപൂട്ടിയിടുന്നതിനേക്കാളും നല്ലതേ ചിരിച്ചുകൊണ്ട് അതവൾക്ക് തുറന്നു കൊടുക്കുന്നതല്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ ഓർമ്മകളുടെ ശവപ്പറമ്പാണെന്ന്? അവിടെ വെളിച്ചവും കാറ്റും ഒന്നുമില്ലാതെ ഇരുട്ടുമൂടി കിടക്കുകയാണെന്ന്. അതൊന്ന് തുറന്നു കൊടുക്കേണ്ട ഹിറ്റ്ലറെ. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കയറിക്കോട്ടെ. എനിക്ക് ഹരിപ്രിയയുടെ ഒരു വിരോധമില്ല. അവൾക്ക് വേണ്ടി നീ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ സുപ്രിയയുടെ ഓർമ്മകൾ പോലും ഇപ്പൊ എന്നിലേക്ക് വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും നിന്നെയാ. നിന്നോടുള്ള സ്നേഹത്തിന് തടസ്സമാവുന്നതൊന്നും ഓർക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ആ വീടിനെ കുറിച്ചുള്ള ഒന്നും നീ എന്നോട് ചോദിക്കരുത്. ഇവിടെ നീ എനിക്ക് വാക്ക് തരണം. ഹരിപ്രിയയ്ക്ക് അവളുടെ ചേച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടാവും. പക്ഷെ ആ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിന് തടസ്സം നിൽക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.